ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൊണ്ട് ഒരു കറിയാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അതുപോലെ ദോശയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ലൊരു കൂട്ടാണ് കേട്ടോ. അതിനായിട്ട് ഞാൻ ഒരു ക്യാരറ്റും ഒരു ഉരുളക്കിഴങ്ങും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കുക്കറിൽ ഒരു 2 വിസിലടുപ്പിച്ച് വേവിച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വരുമ്പോഴേക്കും അതിലേക്ക് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു സവാള ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് വഴറ്റി കൊടുക്കാം. സവാള ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കുണ്ടല്ലോ ഇതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മളുണ്ടല്ലോ സാധാരണയായിട്ട് കറിയിലൊക്കെ പച്ചമുളക് കട്ട് ചെയ്താണല്ലോ ഇടാറ്. ഇതുപോലെ ഒന്ന് ചതച്ചിട്ട് ഇട്ട് നോക്കിക്കോളൂ. ഇതുപോലുള്ള കറികളൊക്കെ തയ്യാറാക്കുമ്പോഴുണ്ടല്ലോ ഞാൻ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ ആവുമ്പോൾ ഈ കറിക്ക് പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ അത് മുന്നിൽ നിൽക്കും കേട്ടോ. അതൊരു പ്രത്യേക രസമാണ്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു വലിയ അല്ലി വെളുത്തുള്ളിയും കൂടി നല്ല പോലെ ഒന്ന് ചതച്ചതും ഒരല്പം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് എരിവിന് വേണ്ടി മുളക് പൊടിയൊന്നും ആഡ് ചെയ്യണില്ല കേട്ടോ. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതൊക്കെ പാകത്തിന് വഴണ്ടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി ഉണ്ടല്ലോ അതിട്ട് കൊടുക്കാം. ഞാനിത് ഒരല്പം വെള്ളവും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനുണ്ടല്ലോ ഇതിലേക്ക് ഒരല്പം ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു. ഇനി ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്നുകൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് ഹൈ ഫ്ലെയിമിലൊന്ന് വെക്കാട്ടോ. ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിലേക്ക് വേണമെങ്കിലുണ്ടല്ലോ ഒരല്പം തേങ്ങാപ്പാൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഇങ്ങനെ ചെയ്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ. മാത്രമല്ല വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.